എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിവരാത്രി ആശംസകൾ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്കെല്ലാം അറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ പേടിയോടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ രീതിയിൽ നമ്മൾ വിധിയെ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിധി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജാതക ദോഷത്തെ നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടനില നിന്ന് കളിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതുമുണ്ട്, അല്ലയോ? അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ ഹിന്ദു പുരാണത്തിൽ തന്നെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് പ്രപഞ്ചശക്തി തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കി വെച്ചാലും ആ പ്രപഞ്ചശക്തി തന്നെ അതിനെ മറികടക്കാനുള്ള സിറ്റുവേഷൻസും നമ്മുടെ പുരാണങ്ങളിലുണ്ട്. അത് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അതെല്ലാം നമുക്ക് മറികടക്കാൻ പറ്റും. അതിൻ്റെ നിസ്സാരമായിട്ടുള്ള ഒരു ഏടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, മൃഗണ്ഡ മുനിയുടെ മകനായി ജനിച്ച മാർക്കണ്ഡയൻ എന്നുള്ള ഒരു കുഞ്ഞിനെ പറ്റി. അപ്പം മൃഗണ്ഡ മുനിക്ക് ഒരുപാട് വർഷങ്ങളോളം, അല്ലെ ഒരുപാട് കാലങ്ങളോളം പിള്ളേരൊന്നും ഇല്ലാതിരുന്നിട്ട് ഒരു മകനെ വേണം എന്ന് പറഞ്ഞ് തപസ് ചെയ്ത്, ശിവന്റെ അടുത്ത് തപസ് ചെയ്ത് ഒരു പുത്രൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ പുത്രൻ തപസ് ചെയ്യുന്ന സമയത്ത് പുത്രൻ ഏത് ടൈപ്പ് വേണം, ഒരു ഒരു വലിയ ആയുസ്സുള്ള, ഒരുപാട് ആയുസ്സുള്ള, ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ഒരു മകൻ വേണോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 16 വയസ്സ് വരെ നല്ല ആയുസ്സുള്ള, അല്ല 16 വരെ ആയുസ്സുള്ള നല്ല ശ്രേഷ്ഠനായിട്ടുള്ള നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പുത്രൻ വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുത്ത് പറയുന്നത്, മൃഗണ്ഡമുനി പറയുന്നത്, എനിക്ക് നല്ല ശ്രേഷ്ഠനായിട്ട് 16 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മകനെ മതിയെന്ന്. പക്ഷേ ഈ 16 വയസ്സിനകത്ത് ഏറ്റവും കൂടുതൽ ശിവഭക്തനായി മാറുന്ന മാർക്കണ്ഡയൻ ഒരുപാട് ഭക്തിയോടെയും ഒരുപാട് ആരാധനയോടെയും ശിവനെ ആരാധിച്ചു തുടങ്ങുകയും 16 വയസ്സാകുന്ന സമയത്ത് കാലൻ്റെ ദൂതന്മാരും എല്ലാവരും വന്നിട്ട് മാർക്കണ്ഡയനെ തിരിച്ചു കൊണ്ടുപോകാൻ, അല്ലെന്നുണ്ടെങ്കിൽ ജീവൻ എടുത്തുകൊണ്ട് പോകാൻ വരുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച്, ശിവന്റെ ലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. കാലൻ വരുന്നതും കാലന്റെ പാശം ഈ ശിവലിംഗം ചേർത്ത് ഇടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പം ശിവന്റെ ഒപ്പം ചേർത്ത് ഈ പാശം ഇടുന്ന സമയത്ത് എന്തായാലും കാലനെ കൊണ്ടുവരിക്കാൻ പറ്റില്ല. കാരണം വിധി ആ സമയം തന്നെയാണ്. ആ സമയത്ത് കൊണ്ടുപോയില്ലെങ്കിൽ കാലന് തന്നെ പ്രശ്നമുണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ശിവൻ തന്നെ കോപം കൊണ്ട് കാലനെ ഭസ്മീകരിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ശിവന്റെ ലിംഗം ഉൾപ്പെടെ, അല്ലെ ശിവന്റെ രൂപത്തിൽ ഉൾപ്പെടെയാണ് കയറി പാശം വീഴുന്നത്, അല്ലെ ആ കയറ് വീഴുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ഒരിക്കലും ഈ വിധി, പറഞ്ഞു പോയ വിധി നടപ്പാക്കാതിരിക്കാനും പറ്റത്തില്ല, നടക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആകും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ 16 വയസ്സിൽ സ്റ്റേ ആക്കിക്കൊണ്ട്, അല്ലെ 16 വയസ്സ് എന്നും ജീവിതകാലം മൊത്തവും ഇനി 16 വയസ്സിൽ തന്നെ തുടരാനുള്ള ഒരു വരം കൊടുത്താണ് ശിവൻ മാർക്കണ്ഡയനെ മോക്ഷത്തിലെത്തിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, അപ്പം വിധികളെ പോലും നല്ല പ്രാർത്ഥന കൊണ്ട്, നിസ്സാരമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട്, നല്ല രീതിയിലുള്ള ഉപാസനകൾ കൊണ്ടും നമുക്ക് മറികടക്കാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ, ഭഗവത്ഗീതയ്ക്കകത്തും രാമായണത്തിനകത്തും എല്ലാം ഓരോരോ സിറ്റുവേഷൻസിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഹാഭാരതവും അല്ലെങ്കിൽ രാമായണവും ഒക്കെ തന്നെയാണ്, അല്ലെ? ചിന്തിച്ച് നോക്കി, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ക്രൈസിസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കതൊക്കെ മറികടക്കാനും അതൊക്കെ ഡിഫെൻസ് ചെയ്യാനും നിസ്സാരമായിട്ട് പറ്റുന്നതായിരിക്കും. ഇതൊക്കെ ചിന്തിച്ചു. ഇതായിരുന്നു എൻ്റെ ശിവരാത്രിയുടെ ഇന്നത്തെ സന്ദേശം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ